Hello everyone, welcome to my channel Sewon Sewing School. Please watch till end and like, subscribe and share my channel. Learn professional sewing and design courses. Online and offline classes available. For course details WhatsApp 917510616777. Sewon Sewing School. Unleash your creativity. I wish that I could cough out my emotions in a healthy Thanks for watching my manner channel. Please don't forget to subscribe. and just become. ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്കേർട്ട് അല്ലെങ്കിൽ അണ്ടർ സ്കേർട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ തുണിയെടുത്ത് ഒരു ഫോൾഡ് കൊടുത്ത് രണ്ട് പാർട്സായിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ആ തുണിയുടെ വീതിക്കനുസരിച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്കേർട്ടിന് പാനൽസ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ പാനൽസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് നമുക്ക് എത്ര പാനൽസ് വേണോ ആ പാനൽസ് അതിൻ്റെ വേസ്റ്റിൻ്റെയും താഴത്തെ ഫ്ലെയറിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് കട്ടിൻറ്റു 1, അപ്പം കട്ടിൻറ്റു 1 2 പാർട്സായിട്ട്. ഇതിപ്പോൾ ഒരു ഇൻസ്കേർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റും താഴത്തെ ഫ്ലെയർ മെഷർമെൻറ്റും ലെന്തും ഒക്കെ എടുത്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ഇതിനകത്തിപ്പം 19 വൺ സൈഡ്, അപ്പം ഓൾ ടുഗദർ മൊത്തത്തെ വരുമ്പം 38 ഇഞ്ച് വേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ 38 എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇച്ചിരി കൂടെ കൂടുതലിട്ടോണം. അപ്പോൾ ഈ സ്കേർട്ട് കോട്ടൺ ആയതുകൊണ്ട് ചുരുക്കം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ചുരുങ്ങി വരാം, ഷ്രിങ്ക് ആവും, ക്ലോത്ത് ഫാബ്രിക് ഷ്രിങ്ക് ആവും. അതുകൊണ്ട് ഇച്ചിരി കൂടെ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം താഴത്തെ ഫ്ലെയർ ഇപ്പം 33 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ ഫുൾ റൗണ്ട് വരുമ്പോഴത്തേന് 66 ഇഞ്ച് ഫ്ലെയർ വരും. അപ്പോൾ അത് നമുക്ക് 70 72 75 80 വരെ പോയെന്ന് പറഞ്ഞാലും ഫ്ലെയർ കൂടിയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഫ്ലെയർ നമുക്ക് കൂട്ടി കൊടുക്കാം. കാലിൽ നടക്കുമ്പം തട്ടരുതല്ല, നമുക്ക് കാല് തട്ടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഫ്ലെയർ കൂട്ടി കൊടുക്കാം. ഇപ്പം പാനൽസ് ഇതിനിപ്പം ആ സ്കേർട്ടിൽ ഓൾ ടുഗദർ ഒരു 7 പാനൽസ് വന്നിട്ടുണ്ട്. 7 ആണോ 6 ആണോ പാനൽസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ 8 പാനൽസ് എടുക്കുന്നതിന് വേണ്ടി ഇപ്പം ഇത് കട്ട് ഇൻറ്റു 2 വീണ്ടും അപ്പം 4 പാർട്സായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഫോൾഡേ കൊടുത്തോളൂ, വീണ്ടും രണ്ടായിട്ടൊന്നും കൂടെ ഫോൾഡ് ചെയ്ത് അങ്ങനെ 4 പാർട്സായിട്ട് ഫോൾഡ് ചെയ്തിട്ടു. അതായത് കട്ട് ഇൻറ്റു 2 4 പാർട്സ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം 38 ഇഞ്ചല്ലേ ഇതിനകത്ത് കിട്ടിയേ. നമ്മൾ 8 പാനൽസ്, ഇപ്പോൾ 8 പാനൽസാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ 8 പാനൽസിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വേസ്റ്റ് 39, ഫ്ലെയർ 67. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ തയ്ച്ച ഇൻസ്കേർട്ടിൽ തന്നെയാണ്. അതിൻ്റെ ഫുൾ ലെന്ത് വരുന്നത് ഏതാണ്ട് 35 ഇഞ്ച് ലെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതായത് 90 സെൻറ്റിമീറ്റർ ഇൻസ്കേർട്ടാണ്. 85 90 95 അങ്ങനെ 100 അങ്ങനെയാണ് 100 സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെയാണ് ഇൻസ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ കടയിൽ ചെന്ന് പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കാൻ പോകുമ്പം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഞ്ച് വൈസ് നമ്മൾ ആ ലെന്ത് പറയുന്നത്. അപ്പം 34 ഇഞ്ച് ലെന്താണ് ഇതിൽ ഇൻസ്കേർട്ടിൻ്റെ വരുന്നത്. അത് സെൻറ്റിമീറ്റേഴ്സിലാണ്
ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇഞ്ച് ടേപ്പിൽ, അതായത് 85, 90 സെൻറ്റിമീറ്റേഴ്സ്, 95 സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഈ 2 ഇഞ്ച് ബെൽറ്റ് മൈനസ് ചെയ്ത് എടുക്കണം. ബെൽറ്റ് സെപ്പറേറ്റ് ആണ് വെച്ച് തയ്ക്കുന്നത്. അതിൻ്റെ വേസ്റ്റ് ഭാഗത്ത് ആ ബെൽറ്റ് മൈനസ് ചെയ്ത് എടുക്കുക. ഫുൾ ലെന്ത്, അപ്പോൾ ഫുൾ ലെന്ത് വരുന്നത് 34 ആൻഡ് 1/4 ഈ സ്കേർട്ടിൽ വരുന്നുണ്ട്. അതായത് 90 സെൻറ്റിമീറ്റർ, 35 ഇഞ്ചോളം വരും. ഇത് 90 സെൻറ്റിമീറ്റർ ആണ് ഈ സ്കേർട്ടിൻ്റെ ലെന്ത് വരുന്നത്. റെഡി ലെന്ത്. അപ്പോൾ ഇനി നമ്മളിവിടെ വേസ്റ്റും എൻ്റെ ഫ്ലെയർ പാർട്ടും ഡിവൈഡ് ചെയ്ത് നമുക്ക് പാനൽസ് കട്ട് ചെയ്യണം. പാനൽസ് കട്ട് ചെയ്യുന്നതിൻ്റെ ഇതെങ്ങനെയാണെന്ന് നോക്കാം. മെഷർമെൻറ്റ്. അപ്പോൾ ഇതിപ്പം നമ്മളിവിടെ 8 പാനൽസ് വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ 8 പാനൽസിൻ്റെ വേസ്റ്റിൽ നമുക്ക് എത്ര വരണം? അപ്പം 39 ഇഞ്ചല്ലേ വേസ്റ്റിൽ ഇവിടെ നമുക്ക് ടോട്ടൽ വരുന്നത്. അപ്പോൾ ആ 39 വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് 39 ഇഞ്ചും ഫ്ലെയറിൻ്റെ അവിടെ നമ്മളിപ്പോൾ ഇതിനകത്ത് 72 ഇഞ്ച് ഫ്ലെയർ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഒന്ന് നമുക്ക് എങ്ങനെ പാനൽസ് കട്ട് ചെയ്യാമെന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പം ജസ്റ്റ് ഞാനൊരു 6 പാനൽസിൻ്റെയാണ് നോക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ എടുക്കേണ്ടത് 8 പാനൽസിൻ്റെയാണ്. അപ്പോൾ വേസ്റ്റ് ഡിവൈഡ് ബൈ 6 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും വരും. വേസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ 39 അല്ലേ, അപ്പോൾ അതൊരു 40, ഇപ്പം 40 ആയാലും കുഴപ്പമില്ല. നമുക്ക് ലൂസ് ഇച്ചിരി കടന്നെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. 40 ആണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം 40, അതിന് വേസ്റ്റ് 40 ഡിവൈഡ് ബൈ 6 കൊടുത്തത്. അപ്പം നമ്മളിവിടെ കാൽക്കുലേഷൻ ഒന്ന് കറക്റ്റ് കാണിക്കാം. അപ്പോൾ ബാലൻസ് 8 പാനൽസിൻ്റെ ഇപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ വേസ്റ്റ് ഞാൻ ഇവിടെ 40 ഇഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ഡിവൈഡ് ബൈ പാനൽസ് 8 അല്ലേ, അപ്പോൾ 8 വേസ്റ്റ് ഡിവൈഡ് ബൈ 8 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. ആ സീം അലവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാഫ് കട്ടിങ്ങിൻ്റെ അവിടെ പാനൽസ് കട്ട് ചെയ്യുമ്പോൾ 2 സൈഡിൽ നമുക്ക് ഹാഫ് ഇഞ്ച് വെച്ച് സീം അലവൻസ് പോകും. അതാണ് 1 ഇഞ്ച് സീം അലവൻസ്. 2 സൈഡിലും ഹാഫ് ഇഞ്ച് വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ അത് ആ ഓരോ പാനലിലൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം സീം അലവൻസിന്. അപ്പം 6 കിട്ടി. അപ്പോൾ 6 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8 പാനൽസ്. അപ്പോൾ 48 ഇഞ്ച് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ കിട്ടണം. റെഡി 1 ഇഞ്ച് സീം അലവൻസ് പോയി കഴിയുമ്പോൾ നമുക്ക് റെഡി 8 പാനൽസ് 1 ഇഞ്ച് സീം അലവൻസ് പോകുമ്പോൾ നമുക്ക് 40 വന്ന് നിൽക്കും. അതുപോലെ ഫ്ലെയർ ഇപ്പം നമുക്ക് 67, 70, 72, 70 ഏത് ഫ്ലെയർ വേണമെങ്കിലും ഏത് ആ ഇഞ്ചിൽ നമുക്ക് എത്ര നമുക്ക് ഇഞ്ചിൽ വേണോ അത്രയും ഇഞ്ചിൽ നമുക്ക് കണക്കാക്കി പാനൽസ് കട്ട് ചെയ്യണം. അപ്പം താഴത്തെ ഫ്ലെയറിൻ്റെ അവിടെ കട്ട് ചെയ്യാനുള്ള അപ്പം ഫ്ലെയറിൻ്റെ അവിടെ എത്ര നമ്മളിപ്പോൾ ഇവിടെ 72 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ 72 ഇഞ്ച് ഡിവൈഡ് ബൈ 8. അപ്പോൾ 72 ഡിവൈഡ് ബൈ 8 അതായത് നമ്പർ ഓഫ് പാനൽസ് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. ഇപ്പോൾ 72 ഡിവൈഡ് ബൈ 8 നമുക്കിവിടെ 9 കിട്ടി. 9 പ്ലസ് 1 10 ഇഞ്ച് കിട്ടി. അപ്പോൾ ആ 10 ഇഞ്ച് അപ്പം 6ഉം 10ഉമാണ്. വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് 6ഉം ആ പാനൽ കട്ടിങ്ങിന് 6ഉം ഫ്ലെയറിൻ്റെ അവിടെ 10ഉം. അപ്പം താഴെ മോൾ ഭാഗത്തായിട്ട് 6ഉം താഴെ ഫ്ലെയറിൻ്റെ അവിടെ 10ഉം എടുക്കുക. 10ഉം എടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ ലെന്ത് ആ ലൈൻ വരച്ച് ഇട്ടേക്കുന്നത് അവിടെ നിന്നാണ് ലെന്ത് മാർക്ക് ചെയ്യുന്നത്. ബെൽറ്റ് മൈനസ് ചെയ്തിട്ട് നമ്മൾ ലെന്ത് മാർക്ക് ചെയ്യുന്നത്.
ലൈൻ വരച്ച് അവിടുന്ന് താഴോട്ട് ലെന്ത് മാർക്ക് ചെയ്യുക. ലെന്ത് നമ്മളിപ്പോൾ ഇവിടെ